A few moments later. ടു മൈ ഈവനിങ് വ്ളോഗ് ഇത് പാർട്ട് 3 എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അത് ഞാൻ എന്താണെന്നറിയോ, പാർട്ടായി ഇടുന്നത് ഫോണിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഗാലറി ഹാങ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാട്ടോ. അപ്പോൾ ഇത് റിക്കിയുടെ അടുത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. ചൂട് കാരണം ഉള്ളിലിരിക്കാനും പറ്റുന്നില്ല. ഈ ടൈമിൽ ഇവിടെ വന്നിരുന്നാൽ നല്ല കാറ്റ് കിട്ടും റിക്കിയുടെ അടുത്ത് വന്നിരുന്നാൽ. സോ ഞാൻ ഫുഡൊക്കെ മുഴുവനും കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുക്കുക കേട്ടോ. അവന് ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം ആക്ച്വലി നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് നാരങ്ങ വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവൻ്റെ പാല് കുടിക്കേണ്ട ടൈം ആവും കേട്ടോ. അപ്പോൾ അതും കൊടുക്കും കേട്ടോ. എല്ലാ ഫുഡും കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം അവൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാം. ഞാനൊരു ഒരു കാര്യം കൂടി പറയുന്നുണ്ടോ. അവൻ്റെ പ്ലേറ്റ് ഫുള്ള് അവൻ ഫുഡൊക്കെ കഴിച്ച് ഒറ്റയ്ക്ക് കഴിച്ചിരുന്നു. ഇനി ഇപ്പോൾ അതേ നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ നിലവിളിക്കും കേട്ടോ. കാരണം അവൻ്റെ പ്ലേറ്റ് ഒന്നും ടച്ച് ചെയ്യാനായിട്ട് അവൻ സമ്മതിക്കില്ല കേട്ടോ. അവൻ അത്രയും ആ ടൈമിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ അടുത്ത് പോകുന്നത് നല്ലതായിരിക്കും. ബട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ നല്ല കണ്ണ് അടച്ച് വെച്ച് ഉറക്കത്തില്ല. ഭയങ്കര ദാഹം കൂടുതലാണ് തോന്നുന്നു. ഡീഹൈഡ്രേഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളം വെച്ച് കൊടുത്തു. അവൻ്റെ പ്ലേറ്റ് ഒന്നും തൊടാൻ പറ്റാത്തത് കൊണ്ട് അടുത്തേക്ക് പോവില്ല കേട്ടോ. പക്ഷേ ടോഗോ അങ്ങനെയല്ല. ടോഗോ പ്ലേറ്റ് നമ്മൾ അടുത്ത് പോയാലും അവനൊന്നും ചെയ്യില്ല. ബട്ട് അതിന് മനുഷ്യന്മാരെ കടിക്കാനൊന്നും അറിയില്ല കേട്ടോ. അത് പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു നായാണ്. ബട്ട് ഇത് ഒരു പ്രത്യേകതരം ടൈപ്പ്, ഐ തിങ്ക് ഒരു കുറുക്കൻ്റെ ടൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുറേ പേര് ചോദിച്ചു ഇത് പരിയ തന്നെയാണോ, അതായത് നോർമൽ ഇന്ത്യൻ ഡോഗ് ഈ നാടൻ നായി ഇല്ല അത് തന്നെയാണോ ചോദിച്ചവരുണ്ട്. പക്ഷെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് നാടൻ നായി പോലെ തന്നെ തോന്നുന്നു. പക്ഷെ ഇവൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കുറുക്കനെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ എന്നോട്. അപ്പം ഇതിന് എനിക്ക് മറുപടിയായിട്ട് പറയാനുള്ളത് സീരിയസ് എനിക്കറിയില്ല എന്നുള്ളതാണ് കേട്ടോ. സോ അത് അവൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവൻ്റെ പ്ലേറ്റ് ഫുള്ള് അവൻ ഫുഡൊക്കെ കഴിച്ച് ഒറ്റയ്ക്ക് കഴിച്ചിരുന്നു. ഇനി ഇപ്പോൾ അതേ നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ നിലവിളിക്കും കേട്ടോ. കാരണം അവൻ്റെ പ്ലേറ്റ് ഒന്നും ടച്ച് ചെയ്യാനായിട്ട് അവൻ സമ്മതിക്കില്ല കേട്ടോ. അവൻ അത്രയും ആ ടൈമിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ അടുത്ത് പോകുന്നത് നല്ലതായിരിക്കും. ബട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ നല്ല കണ്ണ് അടച്ച് വെച്ച് ഉറക്കത്തില്ല. ഭയങ്കര ദാഹം കൂടുതലാണ് തോന്നുന്നു. ഡീഹൈഡ്രേഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളം വെച്ച് കൊടുത്തു. അവൻ്റെ പ്ലേറ്റ് ഒന്നും തൊടാൻ പറ്റാത്തത് കൊണ്ട് അടുത്തേക്ക് പോവില്ല കേട്ടോ. പക്ഷേ ടോഗോ അങ്ങനെയല്ല. ടോഗോ പ്ലേറ്റ് നമ്മൾ അടുത്ത് പോയാലും അവനൊന്നും ചെയ്യില്ല. ബട്ട് അതിന് മനുഷ്യന്മാരെ കടിക്കാനൊന്നും അറിയില്ല കേട്ടോ. അത് പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു നായാണ്. ബട്ട് ഇത് ഒരു പ്രത്യേകതരം ടൈപ്പ്, ഐ തിങ്ക് ഒരു കുറുക്കൻ്റെ ടൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുറേ പേര് ചോദിച്ചു ഇത് പരിയ തന്നെയാണോ, അതായത് നോർമൽ ഇന്ത്യൻ ഡോഗ് ഈ നാടൻ നായി ഇല്ല അത് തന്നെയാണോ ചോദിച്ചവരുണ്ട്. പക്ഷെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് നാടൻ നായി പോലെ തന്നെ തോന്നുന്നു. പക്ഷെ ഇവൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കുറുക്കനെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ എന്നോട്. അപ്പം ഇതിന് എനിക്ക് മറുപടിയായിട്ട് പറയാനുള്ളത് സീരിയസ് എനിക്കറിയില്ല എന്നുള്ളതാണ് കേട്ടോ. സോ അത് അവൻ നല്ല ഉറക്കത്തിലാണ്. കറക്റ്റ് ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടും. വീഡിയോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടെ. പക്ഷേ ഈ വിൻഡോ ലൈറ്റ് വെച്ചിട്ടാട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചായ ഞങ്ങൾക്ക് 4 ആൾക്കും കൂടി ഉള്ളതാട്ടോ. പിന്നെ ഒരു പ്ലേറ്റിന്റെ കാര്യത്തിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, വൃത്തിയുള്ളൊരു പാത്രം യൂസ് ചെയ്യും, വൃത്തിയുള്ളൊരു അലുമിനിയം പാത്രം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാൾക്ക് കൂടി വേണ്ടിയുള്ളതാട്ടോ ഈ പറയുന്നത്. അപ്പോൾ ഇനി ഇതേ പാല് നന്നായി ചൂടായതിനു ശേഷം നമ്മളിതിൽ ചായപ്പൊടി ഇടാനായിട്ട് പോവുക കേട്ടോ. അതായത് കുറച്ച് ചായപ്പൊടി ഒരു സ്പൂൺ ഇടണം കേട്ടോ. ഇതിൽ പാല് നന്നായി ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിടാം. ഇതേ വലിയ റൗണ്ടുള്ള സംഭവത്തിലോട്ടാട്ടോ മാറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കാപ്പിപ്പൊടിയല്ല ചായപ്പൊടി ഇടാൻ പോവാ കേട്ടോ. സോ ഇത് ചായപ്പൊടി രണ്ട് സ്പൂൺ അല്ല 1 സ്പൂൺ ആട്ടോ ഇടുന്നത്. അപ്പോൾ ഇത് ഒന്ന് ലൈറ്റ് ഇടട്ടെ, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാനാണ്. ഓക്കെ, എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റിങ് കറക്റ്റ് ക്ലിയർ ആയി വന്നില്ലേ. ഇനി ഇത് ചായ ഒന്നും ആവാൻ കുറച്ച് ടൈം പിടിക്കണ്ടോ. പിന്നെ ഇത് ഞങ്ങൾ പഞ്ചസാര ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ആക്കുക കേട്ടോ ചെയ്യുക. അതായത് ചായപ്പൊടിയും പഞ്ചസാര ഇത് എൻ്റേത് മാത്രമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതാരും ട്രൈ ചെയ്യരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് ക്യാൻ ഓൺലി ട്രൈ. ഓക്കെ, അത് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇത് 1 സ്പൂണ് പഞ്ചസാര ഇട്ടു. പിന്നെയും ഇത് 1 സ്പൂണ് പഞ്ചസാര ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചൂടായിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ ചായ ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കപ്പിലോട്ട് ഒഴിക്കണം കേട്ടോ. അത് ആറ്റിയതിന് ശേഷം നമ്മൾ ഗ്ലാസ്സുകളിലോട്ട് മാറ്റും കേട്ടോ. സോ ഇത് ചായ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വെച്ച ചായ എങ്ങനെയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. പാലിൻ്റെ എന്തോ ഒരു പ്രശ്നം, അത് പാലിൻ്റെ അല്ല, ഷുഗർ ഞാൻ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഷുഗർ കട്ട് ആയതുകൊണ്ട് കുറവ് ഷുഗറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതായത് 4 പേർക്കുള്ള ചായയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു.
പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് അമ്മ ഉണ്ടാക്കിയ ചായയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ ഇവിടുത്തെ പാലും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ പാലും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോഴാണ് അവിടെയൊക്കെ വെള്ളം ചേർത്ത് ചായ വെക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാലും ഈവനിങ് വ്ലോഗ് ഇതോടുകൂടി എൻഡ് ചെയ്യാം. എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രണ്ട് ക്യാം ഓൺ ആക്കട്ടെ കേട്ടോ. ഈവനിങ് വ്ലോഗ് ഇവിടെ വെച്ചിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. സോ ഞാൻ എന്താണെന്നറിയാം, ഇപ്പോൾ ഈയിടെയായിട്ട് ഈ സ്ഥലത്തും പിന്നെ ആ ടെറസിൻ്റെ മേലെ ഒരു രാവിലെ ഉച്ച ടൈമിൽ പോകാത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം അവിടെ തന്നെ വ്ളോഗ് പിടിക്കുക, പിന്നെ റിക്കിയുടെ കൂടെ തന്നെ വ്ളോഗ് പിടിക്കുക വേണ്ടിയിരുന്നതാ. എൻ്റെ മൈക്കിൻ്റെ ചാർജും തീർന്നു കേട്ടോ. അതായത് ഒരു നോർമൽ മൈക്കാണ്. ബിഗിനേഴ്സിനൊക്കെ ജസ്റ്റ് നോർമലായിട്ടുള്ള ഷോർട്ട് അഫോർഡബിൾ ആയിട്ടുള്ള മൈക്കൊക്കെ മേടിച്ചാൽ മതി കേട്ടോ. അതാട്ടോ നല്ലത്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. അതായത് പക്ഷേ എന്നെ നിങ്ങൾക്ക് അറിയുന്നത് മേ ബി വീഡിയോയിലൂടെ അറിയുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളിതൊരു വീഡിയോ ഷൂട്ട് ചെയ്യല്ലേ, അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം കുറേ ആളുകൾ നമ്മളെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഫ്രസ്ട്രേഷൻ തീർക്കുമ്പോൾ ഒരിക്കലും ഞാനിത് ഇന്നത്തെ വീഡിയോയിൽ ഫ്രസ്ട്രേഷൻ അല്ല കേട്ടോ തീർത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് റിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അതായത് അവനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഓടിപ്പാഞ്ഞ് ഇവിടെ എത്തിയതാട്ടോ. സീരിയസ്ലി എനിക്ക് സത്യം പറഞ്ഞാൽ കാണാതെ മുട്ടി നിൽക്കുമായിരുന്നു കേട്ടോ അത്രയ്ക്ക്. കാരണം എനിക്ക് അവനെ അത്രയും ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് റിക്കിന് ഭയങ്കര സ്നേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് വന്ന് അപ്പോൾ അവൻ്റെ കൂടെ തന്നെ മാക്സിമം ഞാൻ ഇരിക്കും. പിന്നെ ചില സമയങ്ങളിൽ അവൻ്റെ അവിടെ വെയിലായിരിക്കും, ചിലപ്പോൾ ഇവിടെ വെയിലായിരിക്കും, താഴെ വെയിലായിരിക്കും. കംപ്ലീറ്റ്ലി ചൂടുമുണ്ട്. ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയത് കാരണം എവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. സോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാനൊരു മൂവി റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ ഞാൻ റിവ്യൂ അല്ല പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, സിനിമകൾ കാണുമ്പോൾ നമ്മളെപ്പോഴും എന്തുകൊണ്ടാണെന്ന് അറിയാം ഫാൻറ്റസീസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഫാൻറ്റസീസിനെ മനുഷ്യന്മാർ ഇഷ്ടപ്പെടാനുള്ള കാരണം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് പണ്ട് എൻ്റെ ഒരു ഫിലിം സ്റ്റഡീസ് പഠിപ്പിച്ചെന്നൊരു മിസ്സ്, അതായത് ഒരു പ്രൊഫസർ ഉണ്ട്, ആ പ്രൊഫസർ പറഞ്ഞു തന്നതാട്ടോ. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടു. പക്ഷെ എന്താ ടീച്ചർ അന്ന് അങ്ങനെ പറഞ്ഞത് എനിക്ക് ക്ലിക്കായില്ല. പക്ഷെ അത് ഇന്ന് പലപ്പോഴും നമ്മുടെ ലൈഫിലോട്ടൊക്കെ വരുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുക. അതായത് വാഴ 2 ഞാൻ കണ്ടു കേട്ടോ. അത് ഒരുപാട് റിലേറ്റബിൾ ആണ്. അതായത് പല മനുഷ്യരുടെയും ജീവിതം റിലേറ്റബിൾ ആണ് കേട്ടോ. റിയാലിറ്റി, അതായത് സ്പിറ്റിംഗ് ദ റിയാലിറ്റി പറയില്ലേ, അതാണ് കേട്ടോ. സ്പിറ്റിംഗ് ദ ട്രൂത്ത്, സ്പിറ്റിംഗ് ദ റിയാലിറ്റി പറയില്ലേ, അത് സത്യങ്ങൾ വിളിച്ച് പറയുന്നത്. അതുപോലെ റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ റിയലായിട്ട് തന്നെ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വാഴ കാണാൻ പോയത് എൻ്റെ അച്ഛൻ്റെ കൂടെ കേട്ടോ. എൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെ പോയി കണ്ടതാട്ടോ. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോവുക എന്ന് പറയുമ്പോൾ എനിക്ക് മൈൻഡിലേക്ക് വരുന്ന ഓർമ്മകൾ, അതായത് എൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്, ഒന്ന് പണ്ട് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ എന്നെ വിളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മീറ്റ് ചെയ്യാനും ഡേറ്റ് ചെയ്യാനും. പിന്നെ ചിലപ്പോൾ ആൾക്ക് വല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ എനിക്ക് അവിടെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും വീട്ടിലേക്കൊക്കെ തിരിച്ചെത്തുമ്പോൾ ലേറ്റ് ആവും. ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അന്നൊക്കെ എൻ്റെ അച്ഛനായിരുന്നു എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ കൊണ്ടുപോകുന്ന സമയങ്ങളിൽ അച്ഛൻ്റെ കൂടെ എപ്പോൾ പോവുകയാണെങ്കിലും എനിക്ക് ചായ, പരിപ്പുവട, ബോണ്ട അങ്ങനെ കുറച്ച് കടി ഐറ്റംസ് സാധനങ്ങളെല്ലാം മേടിച്ചു തരും. പണ്ട് എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് പണ്ട് മുതലേ പോകുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അൾസൂരി ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ അന്നും സിനിമയ്ക്ക് പോയിട്ടുണ്ട്. കുഞ്ഞായിരുന്ന സമയത്ത് നഴ്സറി LKG, പിന്നെ എനിക്ക് ചേച്ചി, അനിയൻ, പിന്നെ അതുപോലെ തന്നെ അമ്മ, ഞങ്ങളൊക്കെ ഭയങ്കര സിനിമയോട് ക്രേസുള്ള ഒരു ഫാമിലി കേട്ടോ. അന്ന് മുതലേ ക്രേസാണ്. പിന്നെ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ മീശമാധവനാണ് ആദ്യമായിട്ട് കാണാൻ പോയത് കേട്ടോ. അത് കണ്ടു. പിന്നെ ഇവിടെയുള്ള തിയേറ്ററുകൾ, വടക്കഞ്ചേരിയിലുള്ള തിയേറ്ററുകളോട് എനിക്ക് പ്രത്യേകതരം ഒരു ഇഷ്ടം കൂടുതൽ. കാരണം അവിടെ ഇരുന്ന് കാണുമ്പോഴാണ് ആ സ്ക്രീനിന് എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയില്ല, അതെന്തൊക്കെയോ ഒരു നൊസ്റ്റാൾജിയൊക്കെ വരും കേട്ടോ. ഇന്ന് കാലത്ത് കുറച്ച് ഇതല്ലേ, പണ്ടിങ്ങനെ ഓലപ്പര പോലത്തെ ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെ ഫാൻ ഇട്ട് കറങ്ങുന്ന പോലത്തെ അങ്ങനത്തെ തിയേറ്റേഴ്സൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അച്ഛൻ്റെ കൂടെ പോയപ്പോൾ എനിക്ക് വാഴ 2 പോയി കാണാൻ പോയപ്പോൾ എനിക്ക് സന്തോഷമായിട്ട്. പിന്നെ എൻ്റെ അച്ഛൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇലക്ഷനൊക്കെ കഴിഞ്ഞു. വോട്ട് ചെയ്യാൻ വേണ്ടി കൂടി ഞാൻ ഓടി വന്നതാ. പിന്നെ അതും കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നാളെ എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നത്തെ ഇവിടുത്തെ കുറച്ച് വ്ളോഗുകളൊക്കെ എന്തായാലും ഷൂട്ട് ചെയ്തപ്പോൾ സന്തോഷമായിട്ടോ. പിന്നെ എനിക്ക് ഒരു കോമഡി ആണോ, ട്രാജഡി ആണോ, സീരിയസ്നെസ് ആണോ, പക്ഷെ ആ വേർഡ് പറയുമ്പോൾ എനിക്കിപ്പോൾ അത് അത്ര അഫക്റ്റ് ആവുന്നില്ല കേട്ടോ. പണ്ടായിരുന്നെങ്കിൽ ഞാനത് കരഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്താണെന്നറിയോ, ഒരു 10th കഴിഞ്ഞിട്ട് പുതിയ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെ പുതിയ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, ഇതൊന്നും അറിയാത്തൊരു കുട്ടിയാണ്. ഇന്ന് എനിക്ക് 29-30 വയസ്സുണ്ട്. പക്ഷെ അന്ന് ഒരു 14-15 ആ ഒരു ടീനേജിൽ നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊന്നും അറിയില്ല. നോർമലി ഒരു സംസാരിക്കാത്ത ഒരാളെ കാണുമ്പോൾ, അതായത് നമ്മളിങ്ങനെ ഒരു ബുക്ക് നോക്കിയിട്ടേ നമ്മൾ ജഡ്ജ് ചെയ്യില്ലേ ഒരാളെ.
അതുപോലെ എന്നെ കുറേ പേര് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ആരോടും സംസാരിക്കില്ല, ആരോടും അങ്ങനെ കമ്പനി ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഡിഗ്രി ഫസ്റ്റ് ഇയർ എത്തിയപ്പോഴും ഇതുപോലെ തന്നെ, ആ കുട്ടി ആരോടും മിണ്ടുന്നില്ല, ജാടയാണ്. അങ്ങനെ അതായത് എൻ്റെ ഫേസ് കാണുമ്പോൾ മേ ബി അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം മേ ബി. പക്ഷെ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ തന്നെയായിരുന്നു എനിക്കിന്നും. പക്ഷെ ഇന്നും ദേ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ അവളെ എനിക്ക് മിസ് ചെയ്യുക കേട്ടോ. അവൾ ഇന്ന് കാണുകയാണെങ്കിൽ അവൾക്കൊരു ഹായ്. അവൾക്ക് 2 ആൺകുട്ടികളാട്ടോ, അവർക്കും ഹായ് കൊടുക്കുക കേട്ടോ ഞാൻ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സ്കൂളിലൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോഴും അവളുടെ കൂടെ അവളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. എൻ്റെ വൈബൊത്ത് പോകുന്നൊരു കുട്ടിയാട്ടോ. അതുപോലെ തന്നെ അവളുമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്റ്റ് ഒക്കെ വെക്കാറുള്ളത്. പിന്നെ അതെ എൻ്റെ കുറച്ച് നല്ല നല്ല സുഹൃത്തുക്കൾ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഫ്രണ്ടാണ് എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാൻ, ഈ വിഷുവിന് എനിക്ക് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനുള്ള എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയാണ്. അതായത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ പാരൻസ് എല്ലാവരും ഉണ്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻലോസ് എല്ലാവരും ഉണ്ടോ. അതായത് ഭയങ്കര ഫ്രീഡം ഫാമിലി ആട്ടോ. അത് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് അവിടെ വന്നതിന് ശേഷം. ഭയങ്കര വൈബ്, ഇത്രയും ഞാൻ വൈബ് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. വല്ലാത്തൊരു വൈബാണ് അത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, എനിക്ക് ജാടയാണെന്ന്. സത്യത്തിൽ അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എന്നെ ജഡ്ജ് ചെയ്തോളൂ. പക്ഷെ എന്നെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ അടുത്തറിയുന്ന ആരും എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളത് എനിക്കും അറിയാം. എനിക്ക് എന്നെ തന്നെ സ്വയം അറിയാം. ബിക്കോസ് എൻ്റെ ഉള്ളിൽ പണ്ടത്തെ ഞാനല്ല, എനിക്കൊരു സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. സോ അതെ, അപ്പോൾ ഞാൻ കരഞ്ഞിട്ടുള്ള നിമിഷങ്ങളുണ്ട്, ചിരിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ട്, സ്ട്രോങ് ആയി നിന്നിട്ടുള്ള നിമിഷങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇമോഷൻസിനെയും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ലൈഫിനെ സ്ട്രോങ് ആൻഡ് പോസിറ്റീവായിട്ട് പോവുക. ആൻഡ് ബി പോസിറ്റീവ് ആൻഡ് സോ ബി ഗ്രാറ്റിറ്റ്യൂഡ് ടു എവ്രി വൺ. അതായത് എല്ലാവരോടും ഇതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരോടും കാണിക്കാനായിട്ട് നമ്മൾ ലൈഫിൽ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. സോ ഇന്നത്തോടെ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുള്ള ഈ വ്ളോഗ് എനിക്ക് എൻഡ് ചെയ്യാണ്. ഇവിടെ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മനെയും എൻ്റെ ബ്രദറിനെയും എൻ്റെ റിക്കീനെയൊക്കെ മിസ് ചെയ്യും കേട്ടോ സത്യത്തിൽ. ഇനി നാളെ അവിടെ പോകും. എനിക്ക് വിഷുവിൻ്റെ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ അവിടെ പോയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. താങ്ക് യു.